അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മർക്കസ് നോളജ് സിറ്റിയിലെ മലബാർ ഫൗണ്ടേഷന് കീഴിലുള്ള വിവിധങ്ങളായ ഗവേഷണങ്ങൾ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ വളരെ സജീവമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബയോഗ്രഫി സീരീസാണ് മേക്കേഴ്സ് ഓഫ് ഇസ്ലാം ഇൻ മലബാർ എന്നുള്ളത്. കേരളത്തിൽ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കടന്നുപോയ ഒരുപാട് പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ഇടപെട്ട ആളുകളുടെ ജീവിതത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ, അതിനെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീരീസിൻ്റെ അടുത്തതായിട്ട് വരുന്ന ഒരു ജീവചരിത്രമാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. ഷെയ്ഖുൽ ഹദീസ് എന്നും മുഹദ്ദിസുൽ ഉലമ എന്നും അതുപോലെ തന്നെ രണ്ടാം ഷാലിയാത്തി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിശേഷണങ്ങളുണ്ടായിരുന്ന നെല്ലിക്കുത്ത് ഉസ്താദിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുന്നത്. പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള നമ്മുടെ ബാസിത്ത് ഹംസൻ നൂറാനിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബാസിത്ത് മദീനത്തുന്നൂറിൽ റിവായ ഹദീസ് കമ്മ്യൂണിൻ്റെയും അതുപോലെ തന്നെ കാത്തിബിൻ്റെയൊക്കെ എഡിറ്ററും കോർഡിനേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ സജീവമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ബാസിത്തിന് ഈ ഒരു സംസാരത്തിലേക്ക് പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാൻ. ഇതിൽ ബാസിത്ത് നമ്മളോടൊപ്പം ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ബാസിത്തിൻ്റെ ഒരു ജേണി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ പഠന മേഖലയിലൊക്കെയുള്ള ബാസിത്തിൻ്റെ ജേണി നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഹദീസുമായിട്ടുള്ള ബന്ധം ഞാൻ ഓർമ്മിച്ചെടുക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ചിലപ്പോൾ അത് ഉപ്പയിൽ നിന്നായിരിക്കും. കാരണം ഉപ്പ ഒരു 40 വർഷത്തോളമായി ഈ ഒരു ദർസി രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഉപ്പ ചിലപ്പോൾ ദർസിലേക്ക് പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടും. അപ്പോൾ സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മുടെ നാടുകളിലൊക്കെ പ്രത്യേകിച്ച് മലബാറിൽ സജീവമായ നാട്ടു ദർസ് എന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഉപ്പയുടെ സുബഹി നിസ്കാരത്തിന് ശേഷമുള്ളൊരു ഹദീസിൻ്റെ ഒരു 10 മിനിറ്റ് നാട്ടു ദർസ് ഉണ്ടാവും. അതെൻ്റെ ചെറുപ്പകാലത്ത് തന്നെ എന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. പിന്നീട് അതെ അങ്ങനെയാണ് ഞാൻ ഓർമ്മിച്ചെടുക്കുന്നത്. പിന്നീട് ഞാൻ ജാമിയ മദീനത്തുന്നൂറിലെ മുഖ്തസർ പഠനകാലത്ത് ഒരു കൃത്യമായി ഒരു ഏരിയ ഓഫ് റിസർച്ച് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ആയിട്ട് ഞാൻ ഹദീസ് വിജ്ഞാനീയത്തെ മനസ്സിലാക്കുന്നത് ഒരിക്കലും കോവിഡിൻ്റെ സമയത്ത് വായിൽ ഹല്ലാക്ക് എന്ന് പറയുന്ന ഒരു ഹദീസിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു ഓറിയൻ്റൽ സ്കോളറുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ ഒതൻറ്റിസിറ്റി ഓഫ് പ്രൊഫറ്റിക് ട്രഡീഷൻ എ സ്യൂഡോ പ്രോബ്ലം എന്ന ഒരു ജേർണൽ ആർട്ടിക്കിൾ അത് ഞാൻ വായിക്കാനിടയായി. അതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ക്ലാസിക്കൽ മുസ്ലിം സ്കോളേഴ്സ് നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് അതിൽ പ്രധാനപ്പെട്ട റെഫറൻസ്. അപ്പോൾ അത്തരത്തിൽ ഒരു നല്ല ഒരു റെഫറൻസുകളിൽ ആർട്ടിക്കിൾ എന്തുകൊണ്ട് നമ്മുടെ അതായത് ട്രഡീഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്കോളേഴ്സിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ പിന്നീട് ഹദീസിനൊന്നുകൂടി ഒരു ഗൗരവതരമായി വായിച്ചു തുടങ്ങുന്നത്. പിന്നെ മുഖ്തസർ പഠനകാലത്ത് തന്നെ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ, നമ്മുടെ സിലബസിൽ ഓൾറെഡി ഉള്ള ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് മിഷ്കാത്തുൽ മസാബിഹൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യപ്പെട്ട് വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നെല്ലിക്കുത്ത് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദിൻ്റെ ഒരു ജീവിതം ഇവിടെ മലബാറിൻ്റെ ഈ ഒരു സീരീസിലേക്ക് ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളൊരു താല്പര്യത്തിലേക്ക് എങ്ങനെ എത്തുന്നത്? ഇതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ നിങ്ങളൊരു ആദ്യ പുസ്തകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ ഇങ്ങനെ ആവുക എന്നുള്ള അടുത്തൊരു അതേ സാധ്യത ഉണ്ട്. അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഹദീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങുമ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഹദീസ് പണ്ഡിതരുണ്ട്. പ്രത്യേകിച്ച് ഹദീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കാദമിക് പഠനങ്ങളിൽ ഇന്ത്യയുടെ ഹദീസ് ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് അക്കാദമിയിൽ വന്നിട്ടുള്ളത്. ഒന്ന് ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടു ഹദീസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഡോക്ടർ മുഹമ്മദ് ഇസ്ഹാഖ് എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഒരു ധാക്ക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എഴുതിയിട്ടുള്ള ഒരു വർക്ക്. അതുപോലെ തന്നെ
UK ബേസ്ഡ് ആയിട്ടുള്ള കുർത്തുബ് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്ത്യാസ് കോൺട്രിബ്യൂഷൻ ടു ഹദീസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന മുൻതസിർ സമാൻ എന്ന് പറയുന്ന ഒരു സ്കോളർ ചെയ്തിട്ടുള്ള വർക്ക്. ഈ ഒരു വർക്കിൽ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ഉലമാക്കളുടെ ഹദീസിലെ കോൺട്രിബ്യൂഷൻസ് പലപ്പോഴും കാര്യമായ പരാമർശം നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മലബാരി ഹദീസ് സ്കോളറെ കുറിച്ച് പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് മലബാറിൽ വരുന്നതും മലബാറിൽ വരുമ്പോൾ അവിചാരിതമായി നൂറുദ്ദീൻ നൂറാനെ കാണുന്നതും അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു അവസരമുണ്ട് നെല്ലിക്കുത്ത് ഉസ്താദിനെ കുറിച്ച് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതൊരു വലിയ നിമിത്തമായിട്ടാണ് തോന്നിയത്. കാരണം നെല്ലിക്കുത്ത് ഉസ്താദ് എന്ന് പറയുന്നത് മുഖ്തസർ പഠനകാലത്ത് തന്നെ ഞാൻ മദീനത്തുന്നൂറിലെ മിഷ്കാത്തുൽ മസോബിയൊക്കെ പാരായണം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ചുരുക്കം ചില കേരളീയ ദർസുകളിൽ മാത്രമാണ് മിഷ്കാത്തുൽ മസോബി പൂർണ്ണമായിട്ടും ഓതുന്ന ഒരു സിസ്റ്റം ഉള്ളത്. കാരണം സിലബസിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാറില്ല. പക്ഷേ മദീനത്തുന്നൂറിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാൻ അവസരം ലഭിച്ചു. ആ സമയത്തൊക്കെ ഉസ്താദിൻ്റെ നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായി മിർആത്ത് പൂർണ്ണമായിട്ട് നോക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഉസ്താദിലേക്കും നേരത്തെ ഉണ്ടായിരുന്നു. അത് നൂറുദ്ദീൻ നൂറാനി കൂടി പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ വേണ്ട രൂപത്തിൽ ഇതിനുള്ള ഒരു സാധ്യത ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ ഹദീസ് ജ്ഞാനീയത്തിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ള തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ പൊതുവെ ഹദീസ് പഠനത്തിൽ സജീവമായിട്ടുണ്ടെങ്കിൽ കൂടി അതില്ല എന്നുള്ളത്. ഒരു ഇന്ത്യയിൽ പൊതുവെ ഉള്ളതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് മൊത്തത്തിൽ ഹദീസ് ജ്ഞാനത്തിൽ? ഇന്ത്യ എന്ന് പറയുന്നത് ഹിജ്റ 10-ാം നൂറ്റാണ്ടിന് ശേഷം അല്ലെങ്കിൽ AD 16-ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യ ഹദീസിൻ്റെ ഒരു ഭൂമികയായിട്ടാണ് ലോകതലത്തിൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. അഥവാ ഹദീസിൻ്റെ ഒരു റിവൈവൽ പൊതുവെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറി ഇന്ത്യയിലേക്ക് വരുന്നൊരു സമയമാണ് 10-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ആ സമയം. അതിൽ ഇന്ത്യയിൽ ഒരുപാട് സ്കോളേഴ്സ് ഹദീസ് ഫീൽഡിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മലബാറിൻ്റെ ആ ഒരു സൗത്ത് ഇന്ത്യൻ സർവീഷൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മലബാറിൻ്റെ മുസ്ലിം ചരിത്രം അല്ലെങ്കിൽ മാപ്പിള ചരിത്രത്തിലേക്കുള്ളൊരു പ്രശ്നമാണ്. അഥവാ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റേഷനെ ഒരു കൃത്യമായിട്ട് നടന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. നിന്ന് തുടങ്ങുന്നിട്ട് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഇടക്കാലത്ത് അതിനൊരു ഇടർച്ച സംഭവിച്ചു, അല്ലെങ്കിൽ അതൊരു വേണ്ട രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതും പറയാം. അതൊരു പരിധി വരെ നെല്ലിക്കുത്ത് ഉസ്താദിലൂടെ രേഖപ്പെടുത്തി. അതെ അതെ. ഈ പിന്നെയും നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു തലത്തിൽ അക്കാദമിക് വായനയിൽ വന്നിട്ടുള്ളത് റമദാൻ അബൂബക്കർ നൂറാനിയുടെ ഒരു തീസിസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ റിവൈവൽ ഓഫ് ഹദീസ് സ്കോളർഷിപ്പ് ഇൻ മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള പഠനത്തിൽ കുറേ കൂടി കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ ഈ ഒരു പുസ്തകം എഴുതുന്ന സമയത്ത് പല തലങ്ങളിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ടാവും. ഉസ്താദിൻ്റെ തന്നെ സ്മരണിക നേരത്തെ ഹിയാസുൻ ഇറക്കിയതും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എങ്ങനെയാണ് ആ ഒരു ജേണി, ഈ ഒരു റിസർച്ച് ഇങ്ങനെ പൂർത്തിയാവുന്നിടത്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എത്തിയത് എന്നുള്ളത് കൂടി ഒന്ന് കൂടെ പറഞ്ഞാൽ. പ്രധാനമായിട്ടും ഉസ്താദിൻ്റെ സംസാരങ്ങൾ, അതുപോലെ ഉസ്താദിൻ്റെ എഴുത്തുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൈമറി സോഴ്സുകളുണ്ട്. അതിൽ നിന്ന് തന്നെയായിരുന്നു തുടക്കം. പിന്നീട് ഞാൻ ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, കാരണം ഉസ്താദ് ഈ ഒരു അടുത്ത കാലത്ത് നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ മനസ്സിലാക്കിയ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ശതമാനം ശിഷ്യന്മാരായിട്ട് ഇങ്ങനെ ശിഷ്യന്മാരായിട്ടുള്ള സജീവമായിട്ടുള്ള, കാരണം ഇതൊരു ശ്രമം മാത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിലേറെ മനസ്സിലാക്കിയ ആളുകൾ എൻ്റെ ചുറ്റുപാടുമുണ്ട്. ഒരു തുടക്കം, ഒരു ഇനീഷ്യേറ്റീവ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു, അവരുമായി ഇൻ്റർവ്യൂ ചെയ്യാനും അതുപോലെ ഒരുപാട് ആർക്കൈവുകളിൽ ചെന്ന് ഉസ്താദുമായി ബന്ധപ്പെട്ടുള്ള ശേഖരങ്ങളും പ്രത്യേകിച്ച് മലബാറിൻ്റെ ഹദീസ് പാരമ്പര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളക്ഷൻസുകൾ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു വലിയ ഒരു തൗഫീക്ക്, പ്രത്യേകിച്ച് ഒരുപാട് ആളുകളായിട്ടുള്ള സമ്പർക്കവും ഉസ്താദുമാരായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായത് വലിയൊരു ഭാഗ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉസ്താദിൻ്റെ ഒരു
പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ മലയാളത്തിലും അറബിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് ലളിതമായിട്ട് പറഞ്ഞാൽ ഉസ്താദ് തന്നെ കിതാബ് എഴുതുന്നിടത്ത് അറബി ഭാഷയിൽ ഏകദേശം 15 ലക്ഷത്തോളം മാറ്റി വെച്ചിട്ട് അതിൽ തിരിച്ചത് ഇവിടുന്ന് സെയിലായിട്ട് അതിൻ്റെ ക്യാഷ് കിട്ടുമെന്നുള്ള പ്രിൻറ്റിങ് കോസ്റ്റ് വീറ്റ് ചെയ്യുമെന്നുള്ളത് പോലും ആലോചിക്കാതെ പ്രിൻറ്റിങ്ങിലേക്ക് ഇറങ്ങിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്ത് അത് ഉസ്താദിൻ്റെ ഒരു വല്ലാത്തൊരു ത്യാഗമാണ് ചെയ്യുന്നത്. അതെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു മുൻമാതൃകയില്ലാതെ ഒരു പുസ്തകത്തിൻ്റെ രചന മുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പബ്ലിക്കേഷൻ. കാരണം ഉസ്താദ് എഴുതിയ രചനകളെല്ലാം മലയാളി ഓഡിയൻസിന് അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ മാർക്കറ്റിംഗ് രംഗത്ത് ഉസ്താദ് തന്നെ നെല്ലിക്കുത്ത് ബുക്ക് ഹൗസ് എന്ന നാമത്തിൽ ഒരു ബുക്ക് സ്റ്റാൾ തുടങ്ങുകയും അവിടെ ഉസ്താദിൻ്റെ എല്ലാ രചനകളും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ രചനകൾ ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗം വരെ ഉസ്താദ് കണ്ടിരുന്നു എന്നതാണ് ഉസ്താദിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് മനസ്സിലാക്കുന്നത്. ഉസ്താദിൻ്റെ തന്നെ ഒരുപാട് മേഖലയിൽ ഉസ്താദ് ഗോളശാസ്ത്രത്തിൽ അഗാധമായിട്ട് പാണ്ഡിത്യമുള്ള ആളാണ്. അതുപോലെ വിവിധങ്ങളായ മേഖലയിൽ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് വായിച്ചും കേട്ടും ഉള്ള പരിമിതമായ അറിവേ ഉള്ളൂ. ഉസ്താദിൻ്റെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ച പിന്നെ ഉസ്താദിൻ്റെ മിർആത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങി. ഉസ്താദിൻ്റെ ഒരു ഐക്കണിക് വർക്കായിട്ട് വരുന്നതാണ്, ഒരു മാസ്റ്റർ പീസായിട്ടാണ് നമ്മൾ മിർആത്തിനെ കാണുന്നത്. ഏകദേശം 8 പിന്നെ വോള്യല്ല 7000ഓളം പേജുള്ള വലിയൊരു ഗഹനമായിട്ടുള്ള ഒരു സംഭാവനയാണ് ഉസ്താദ് നടത്തിയിട്ടുള്ളത് മിർആത്തിലൂടെ. അപ്പോൾ അതിനെക്കുറിച്ചുകൂടി ഒന്ന് പരിചയപ്പെടുത്തല്ലേ, പ്രത്യേകിച്ച് ചർച്ചയിൽ പറയേണ്ട ഗ്രന്ഥം കൂടിയാണ് മിർആത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷത ഞാൻ മനസ്സിലാക്കുന്നത് റെലവൻറ്റിലാണ്. കാരണം കണ്ടംപററി വേൾഡ് അല്ലെങ്കിൽ മോഡേൺ വേൾഡിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഉസ്താദ് പ്രധാനമായിട്ടും ഉസ്താദിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിലൂടെ കൊണ്ടുവരുന്നത്. അതിന് ഏറ്റവും ഒരു ചെറിയൊരു ഉദാഹരണമാണെങ്കിൽ പറയാം. ഇപ്പോൾ കഴിഞ്ഞ മാസം ജർമ്മനിയിലെ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ റുഗറോ വിമർക്കാത്തി എന്ന് പറയുന്ന ഒരു സ്കോളർ കോഴിക്കോട് വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹം യൂറോപ്പിൽ തന്നെ ഏക ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ചെയറാണ്, അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ആകർഷിച്ച ഒരു ഗ്രന്ഥമാണ് മിർആത്തുൽ മഫാത്തിഹ്. അതിന് പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ രചനകളിൽ പലപ്പോഴും ഉസ്താദ് പ്രാമുഖ്യം കൊടുത്തിരുന്ന ഒന്നാണ് അക്കീദ വിഷയങ്ങൾ. അതിൻ്റെ വ്യക്തമായ നല്ലൊരു ഇൻ്റർപ്രിട്ടേഷന് ഹദീസുകളിൽ ഉസ്താദ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മോഡേൺ ഫിഖ്ഹി പ്രശ്നങ്ങൾ, അഥവാ ആധുനിക ഫിഖ്ഹി മസലകളിലെ മുൻപ് ആരും ചർച്ച ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങൾ ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മിർആത്തിൻ്റെ കേസിൽ മിർആത്ത് കേരളീയ ഉലമാക്കളുടെ രചന ചരിത്രത്തിൽ തന്നെ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഓർഡർ മിർആത്തിനുണ്ട്. കാരണം മിർആത്ത് വായിക്കുന്ന ഒരാൾക്ക് ഇത്രക്കും ക്ലിയറായിട്ട് ആ ഒരു ആശയം മനസ്സിലാകാൻ വേണ്ടി അതിനുപകരിക്കുന്ന ചാർട്ടുകൾ, അതുപോലെ തന്നെ അതിനുപകരിക്കുന്ന തരത്തിലാണ് അതിൻ്റെ കാറ്റലോഗ് സംവിധാനമൊക്കെ വളരെ മോഡേൺ സയൻറ്റിഫിക് രൂപത്തിലാണ് ഉസ്താദ് ചെയ്തിട്ടുള്ളത്. അതെ, ഇതിൽ പിന്നെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇടയ്ക്ക് സംസാരിച്ചു, പിന്നെ നിങ്ങൾ പല പുസ്തകങ്ങളും മറ്റുമൊക്കെ അവലംബിച്ചതിനെക്കുറിച്ചൊക്കെ സംസാരങ്ങൾ വന്നു. അപ്പോൾ ഒരു ഡാറ്റ കളക്ഷൻ്റെ ഒരു ജേണി ഒന്നുകൂടി വ്യക്തമാക്കി സംസാരിച്ചാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ രേഖപ്പെടുത്താതെ പോയ എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും എനിക്ക് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു പഠനകാലത്ത് തന്നെയാണ് ഈ ഒരു പുസ്തകം എഴുതുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വർഷത്തൊരു പഠനമാണ് ഒരു 2 വർഷത്തോളം നീണ്ട ഒരു പഠന കാലഘട്ടമായിരുന്നു. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഒരു പുസ്തകം എഴുതുകയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലേഖനം എഴുതണമെങ്കിൽ പോലും അതിന് നമുക്കൊരു ഏകാന്തത കിട്ടും. ഒരു ലോൺലിനെസ് ഇല്ലാതെ ഒരു പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ അത് തേടി തന്നെ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പുസ്തകത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഞാൻ വൈകുന്നേര സമയങ്ങളിലൊക്കെ ജാമിൽ ഫുത്തൂഹിൻ്റെ വരാന്തയിൽ വന്ന് ആ ഒരു നല്ലൊരു നാച്ചുറൽ ഒരു ആംബിയൻസിലൊക്കെ ഇരുന്ന് ഞാൻ എഴുതി. പിന്നെ മറ്റൊരു എനിക്കൊരു നല്ലൊരു ഓർമ്മയായിട്ടുള്ളത് ഉസ്താദിൻ്റെ മഖ്ദൂമിയ ലൈബ്രറി, അഥവാ ഉസ്താദ് തന്നെ ജീവിതകാലത്ത് തന്നെ ഉസ്താദിൻ്റെ
എല്ലാ ഉസ്താദിൻ്റെ കളക്ഷൻസൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള മഖദൂമിയ ലൈബ്രറിയിൽ അവിടെ ഒരുപാട് ദിവസങ്ങൾ ഞാൻ ഏകാന്തമായിട്ട് രാവും പകലില്ലാതെ അവിടെ ഞാൻ താമസിച്ചു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഈ ഒരു പുസ്തകം എഴുതി കഴിയുമ്പോഴേക്കും ഉസ്താദിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ബയോഗ്രഫിയാണ് നമ്മൾ എഴുതുന്നതെങ്കിലും ഉസ്താദുമായിട്ടുള്ളൊരു കണക്ഷൻ, ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അത് ഭാവി കാലത്ത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കാം. പിന്നെ ഉസ്താദിൻ്റെ പൊരുത്തം നമുക്ക് കണ്ടാടുന്നു. റബീഉൽ ആഖിറിൽ ഒരുപാട് പണ്ഡിതന്മാർ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പൊരുത്തം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ദുആയോടുകൂടി മലബാറിൻ്റെ ഈ ഒരു സീരീസ് ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു അറ്റല്ലാത്തൊരു ജേണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫേസിലുള്ള 6ാമത്തെ പുസ്തകമായിട്ടാണ് ഇത് വരുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ മലബാറിൻ്റെ വിവിധങ്ങളായ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബാസിത്ത് ഹംസ നൂറാനിക്ക് ഈ ഒരു സംസാരത്തിൽ നമ്മളോടൊപ്പം കൂടിയതിന്, ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. മലബാറിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും നിങ്ങൾ കഴിഞ്ഞ 2 വർഷത്തോളം ഈ ഒരു ജേണിയിൽ തുടർച്ചയായിട്ടുണ്ട്. നിങ്ങളുടെ പഠനവും ഈ ഒരു മേഖലയിൽ തന്നെ കൂടുതൽ സജീവമായിട്ട് നടക്കട്ടെ എന്നുള്ള ആശംസകളോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.